ഇത് സുനിത വില്യംസ്. ദീപക് പാണ്ഡ്യയുടെയും ബോണി പാണ്ഡ്യയുടെയും മകളായി 1965 സെപ്റ്റംബർ 19 ജനനം. കൽപ്പന ചൗളയ്ക്ക് ശേഷം നാസ തിരഞ്ഞെടുക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രികയാണ് സുനിത വില്യംസ്. 1998 നാസയുടെ ബഹിരാകാശ യാത്രികയായി സുനിത തിരഞ്ഞെടുക്കപ്പെട്ടത്. അതോടെ സുനിതയുടെ ബഹിരാകാശ യാത്രകൾക്ക് തുടക്കമായി. തീവ്ര പരിശീലനത്തിനു ശേഷം 2006 ഡിസംബറിൽ ബഹിരാകാശ വാഹനമായ ഡിസ്കവറിയിലായിരുന്നു രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കുള്ള സുനിത വില്യംസിന്റെ ആദ്യ യാത്ര. ബഹിരാകാശത്ത് മാരത്തോൺ പൂർത്തിയാക്കിയ ആദ്യ വ്യക്തിയാണ് സുനിത വില്യംസ്. ട്രെഡ്മില്ലിലാണ് ബോസ്റ്റൺ മാരത്തൺ സുനിത നടത്തിയത്. 195 ദിവസം ബഹിരാകാശത്ത് ചിലവഴിച്ചതോടെ ഒരു വനിത നടത്തിയ ഏറ്റവും ദൈർഘ്യമേറിയ ഒറ്റ ബഹിരാകാശ യാത്ര എന്ന റെക്കോർഡും അവർ സ്ഥാപിച്ചു. 322 ദിവസത്തിലധികം ബഹിരാകാശത്ത് ചിലവഴിച്ചതോടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പരിചയസമ്പന്നരായ വനിതാ ബഹിരാകാശ യാത്രികരിലൊരാളായി സുനിത വില്യംസ് മാറി. ബഹിരാകാശ പേടകത്തിന് പുറത്ത് 50 മണിക്കൂറിലധികം നീണ്ട 7 ബഹിരാകാശ നടത്തങ്ങളാണ് സുനിത വില്യംസ് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇതോടെ ഏറ്റവും കൂടുതൽ ബഹിരാകാശ യാത്ര നടത്തിയ വനിതാ ബഹിരാകാശ യാത്രികയായി സുനിത വില്യംസ് മാറി. ഈ വർഷം ജനുവരിയിൽ 5 മണിക്കൂറും 26 മിനിറ്റും ബഹിരാകാശത്ത് നടന്നതിലൂടെ ഒരു വനിതയുടെ മൊത്തം ബഹിരാകാശ നടത്ത സമയത്തിൻ്റെ റെക്കോർഡും സുനിത വില്യംസ് നേടിയെടുത്തു. 62 മണിക്കൂറും 6 മിനിറ്റുമാണ് ഇതുവരെ സുനിത ബഹിരാകാശത്ത് നടന്നത്. ബഹിരാകാശ നടത്തം നടത്തിയവരുടെ നാസയുടെ പട്ടികയിൽ 4ാം സ്ഥാനത്താണ് സുനിത വില്യംസ് ഇപ്പോൾ.